രണ്ട് സാമുവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം. ദാവീദിൻ്റെ വിജയങ്ങൾ. കുറച്ച് നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്തീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെത്തേമ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ മോവാബ്യരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ട് അളന്ന് 2 ഭാഗത്തെ കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മോവാബ്യർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തൻ്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റെബോക്കിൻ്റെ മകനും സോബാരാജാവുമായ ഹെദദേശിനെയും തോൽപ്പിച്ചു. അവൻ്റെ 1700 കുതിരകളെയും കാലാൾപ്പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തനാക്കി. സോബാരാജാവായ ഹദദേശിനെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയക്കാർ വന്നപ്പോൾ അവരിൽ 20,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ദമാസ്കസിലെ ആരാമിൽ ദാവീദ് കാവൽപ്പടിയെ നിർത്തി. സിറിയക്കാർ ദാവീദിന് സാമന്തമായി കപ്പം കൊടുത്തു. ദാവീദ് പോയിരുന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേശ്യരുടെ സേവകർ വഹിച്ചിരുന്ന സ്വർണ്ണപ്പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേശ്യർ ഭരിച്ചിരുന്ന ബെരേത്തായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളാടും കൈവശപ്പെടുത്തി. ഫെദേസ്യരുടെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവ് തോയി കേട്ടു. രാജാവിനെ അഭിവാദനം ചെയ്യുവാനും ഫെദേസ്യരെ തോൽപ്പിച്ച് അനുമോദിക്കുവാനും പോയി. തൻ്റെ മകൻ യോറാബിനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഫെദേസ്യർ പലപ്പോഴും തോവിയുമായി യുദ്ധം ചെയ്തിരുന്നു. സ്വർണം, വെള്ളി, ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാമിൻ്റെ കൂടെ കൊണ്ടുവന്നു. ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. എദേമ്യർ, മോവാബ്യർ, ആമോവ്യർ, ഫിലിസ്തീയർ, അമലേക്യർ തുടങ്ങിയ താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിൽ നിന്നെടുത്ത വെള്ളിയും പൊന്നും റാഹാബിൻ്റെ മകനും സോബാരാജാവുമായ ഹെദോസിൽ നിന്ന് എടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 എദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമ്യർ ദാവീദിന് അടിമയായി. അവൻ ചെല്ലുന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ സകല ജനത്തിനും അവൻ നീതിയും ന്യായവും പാലിച്ചു. സെദേബിയുടെ മകൻ യോവായിരുന്നു സൈന്യാധിപൻ. അഹിലൂബിൻ്റെ മകൻ യാഹൂഷ നടപടിയെഴുത്തുകാരനും അബിസൂൻ്റെ മകൻ സൊദേക്കും അബിയായിൻ്റെ മകൻ അഹിരേക്കുമായിരുന്നു. പുരോഹിതന്മാർ സെരിയായി ആയിരുന്നു കാര്യദർശി. യഹൂദിയയുടെ മകൻ ബനായും ക്രേത്യരും പലേസ്ത്യരും അധിപനായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരും. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.